ഹായ്, മിഡ് ക്യാപ് ഡോക്ടറിന്റെ ഒരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പുതിയ സെബിയുടെ റൂള് വന്നു. അപ്പം മാർക്കറ്റിൽ കണ്ടമാന റൂമറുകൾ പറക്കുന്നുണ്ട്. ഓപ്ഷൻ ഡ്രൈവ് ഓപ്ഷൻ ബയേഴ്സിന് വേറെ പണിക്ക് പോകണം, ഓപ്ഷൻ ബയേഴ്സിന് ഇനി എന്തോ ചെയ്യും, ഇനിയും ചെയ്യാൻ പറ്റത്തില്ലേ, അങ്ങനെ പലവിധ റൂമറുകളും കാര്യങ്ങളും ഒക്കെ മാർക്കറ്റിൽ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിന് സത്യാവസ്ഥ എന്താണ് എന്നുള്ളതാണ്. അത് നമ്മളെ ഇതെങ്ങനെ ബാധിക്കും, ഒരു ഓപ്ഷൻ ബയറിനെ സെബിയുടെ പുതിയ റൂള് എങ്ങനെ ബാധിക്കും എന്നതിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ആദ്യമേ തന്നെ പറയാം, നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ അത്ര വലിയ സംഗതികളൊന്നും ഈ സെബിയുടെ റൂളിനകത്തിൽ ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്കൊരു ഗുണമായിട്ടേ വരത്തുള്ളൂ. അതാണ് സത്യാവസ്ഥ. നമ്മളിത് ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഓപ്ഷൻ ബയറിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ നഷ്ടത്തിന്റെ തോത് ഈ റൂൾ കൊണ്ട് കുറയുമെന്നാണ് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. പലർക്കും പല അഭിപ്രായങ്ങൾ കാണുമായിരിക്കും. പക്ഷെ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം, ഒരു ഓപ്ഷൻ ബയർ എന്ന നിലയിൽ ഇത് ശരിക്കും നിങ്ങളുടെ ലോസിനെ കുറയ്ക്കാനുള്ള ഒരു സാധ്യത ഇതിനകത്ത് കാണുന്നുണ്ട്. അതെങ്ങനെയാന്ന് നമുക്ക് വഴിയെ ചിന്തിക്കാം. അപ്പം ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല. അപ്പം നമുക്ക് ഓരോ സെബി പറഞ്ഞ ഒരു വലിയ നീണ്ട ലിസ്റ്റാണ്. അതിൽ പ്രധാനപ്പെട്ട 6 പോയിന്റുകളാണ് സെബി പറഞ്ഞേക്കുന്നത്. അപ്പൊ അതില് നമുക്ക് ഓരോന്നും വിശകലനം ചെയ്ത് നമുക്ക് നോക്കാം ഇത് നമ്മൾ എങ്ങനെ ബാധിക്കും. അപ്പൊ ഞാൻ ഇതിൽ സംസാരിക്കുന്നത് ഓപ്ഷൻ ബയറിനെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ഇതിനകത്ത് ഓപ്ഷൻ സെല്ലേഴ്സിന്റെ പ്രശ്നങ്ങളും പറയുന്നുണ്ട്. പക്ഷെ നമ്മളൊരു ഓപ്ഷൻ ബയർ ആയതുകൊണ്ട് ഓപ്ഷൻ സെല്ലേഴ്സിനെ ബാധിക്കുന്ന തൊട്ടെന്ന് പറഞ്ഞേക്കാം. എന്നാലും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഓപ്ഷൻ ബയറിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഫസ്റ്റ് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അപ്രണ്ട് കളക്ഷൻ ഓഫ് പ്രീമിയം ഓപ്ഷൻ പ്രീമിയം ആണ്. ഇത് സംഭവം ഓൾറെഡി നമ്മുടെ പ്രീമിയം ആദ്യമേ തന്നെ കളക്ട് ചെയ്യണം. ഒരു ഓപ്ഷൻ ബയറിന്റെ പ്രീമിയം, അവർ വാങ്ങിക്കുന്ന സ്ട്രൈക്കിന്റെ പ്രീമിയം ആദ്യം തന്നെ കളക്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അത് ഓൾറെഡി അതിന് വലിയ ഇതില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഓൾറെഡി ബ്രോക്കർ പ്രീമിയം മേടിച്ചിട്ടാണ് നമുക്ക് നമ്മുടെ ഓർഡർ എക്സിക്യൂട്ട് ആവുന്നത്. ശരിയല്ലേ? അതായത് ആക്ച്വലി ഇത് ഈ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന പ്രീമിയം ഇവർ ഡയറക്റ്റ് അന്നേരപ്പം എക്സ്ചേഞ്ച് കൊടുക്കുന്നില്ല. അത് ബ്രോക്കർ, നിങ്ങൾക്ക് അറിയാൻ മേത്തോണ്ട് പറയാം, ബ്രോക്കർ അത് ഹോൾഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ ട്രേഡ് അവസാനിച്ചതിന് ശേഷം മാത്രമേ ഇത് ഈ പൈസ എക്സ്ചേഞ്ചിലോട്ട് പോകത്തുള്ളൂ. അതുവരെ ഇത് ബ്രോക്കറിന്റെ കയ്യിൽ ഇരിക്കും. പക്ഷേ ബ്രോക്കർ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ആദ്യമേ തന്നെ വാങ്ങിക്കും. അത് ഒരു ഓപ്ഷൻ ബൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, പ്രീമിയം കൊടുത്തിട്ടാണ് നമ്മൾ ഒരു സ്ട്രൈക്ക് എടുക്കുന്നത്. പക്ഷെ ഇതിനകത്തില് വലിയ വലിയ ഹ്യൂജ് ക്വാണ്ടിറ്റികളൊക്കെ വെച്ച് കളിക്കുന്ന വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസോ അല്ലെ HNIസോ ഒക്കെ ബ്രോക്കറുമായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നിട്ട് ഈ പൈസ പിന്നെ കൊടുത്താൽ മതി. ആ ദിവസം തന്നെ കൊടുക്കണം. പക്ഷെങ്കിൽ ആ കോൺട്രാക്ട് അല്ലെങ്കിൽ ആ ട്രേഡ് അവസാനിച്ചതിന് ശേഷം കൊടുക്കുന്ന ഒരു സംഗതികളും അങ്ങനെ ഒരു സംവിധാനം നിലവിലുണ്ട്. പക്ഷെ നമുക്കൊന്നും കിട്ടത്തില്ലത്. പക്ഷെ അത് വലിയ ഓപ്ഷൻ ബയേഴ്സിന് അല്ലെങ്കിൽ സെല്ലേഴ്സിന് മാർജിനകത്ത് അഡ്ജസ്റ്റ്മെന്റ്സും അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഈ പ്രീമിയം പിന്നെ ലേറ്റർ കൊടുത്താൽ മതി, അങ്ങനെ ഒരു സംവിധാനം ഉണ്ട്. കാരണം കൂടുതൽ ബിസിനസ് കിട്ടാൻ വേണ്ടി ബ്രോക്കേഴ്സ് അങ്ങനെ ഒരു ചില കാര്യങ്ങൾ വലിയ ആൾക്കാർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പം പക്ഷെ നമ്മളെപ്പോലെ ഒരു സാധാരണ ഓപ്ഷൻ ബയർ നമ്മൾ പ്രീമിയം ആദ്യം തന്നെ കൊടുക്കണം. അപ്പം അത് നമ്മളെ വലുതായിട്ട് ബാധിക്കുന്ന കാര്യമല്ല, ഓൾറെഡി നമ്മൾ ചെയ്യുന്ന കാര്യം. ഓക്കെ, അത് ഒന്നാമത്തെ കാര്യം. അപ്പം അപ്രണ്ട് കളക്ഷൻ ചെയ്യുക എന്നുള്ളത് നമ്മളെ സംബന്ധിക്കുന്നത് വലിയ വിഷയമുള്ള കാര്യം അല്ല. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം നമുക്ക് നോക്കാം. രണ്ടാമത്തെ കാര്യം റിമൂവൽ ഓഫ് കലണ്ടർ സ്പ്രെഡ് ട്രീറ്റ്മെന്റ് ഓൺ എക്സ്പയറി ഡേ. ഇത് ഓപ്ഷൻ സെല്ലറിനുള്ള പ്രശ്നമാണ്. ഓപ്ഷൻ സെല്ലറിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പയറിയുടെ അന്ന് കലണ്ടർ സ്പ്രെഡ് പറ്റത്തില്ല. അതായത് പല ഓപ്ഷൻ സെല്ലേഴ്സും ചെയ്യുന്ന പരിപാടിയാണ് ഈ പ്രാവശ്യത്തെ പ്രീമിയം, ഈ എക്സ്പയറിയുടെ പ്രീമിയം വാങ്ങിച്ചിട്ട് അതിനെ നെക്സ്റ്റ് എക്സ്പയറിയുടെ പ്രീമിയം ഹെഡ്ജ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അതൊരു ലാഭമുള്ള പരിപാടിയാണ്. അതിനി നടക്കുകയില്ല. അത് എക്സ്പയറി ഡേയിൽ അങ്ങനെ കലണ്ടർ സ്പ്രെഡ് ചെയ്യാൻ പറ്റത്തില്ല. അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്ന കാര്യം അത് സെല്ലറുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവം. ഓക്കെ, അപ്പം അതും കഴിഞ്ഞു. ഇനി അടുത്ത മൂന്നാമത്തെ നമുക്ക് പറയാനുള്ളത് ഇൻട്രാഡേ മോണിറ്ററിങ് ഓഫ് പൊസിഷൻ ലിമിറ്റ്സ്. അതൊരു സംഭവം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രാഡേ ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എന്താ പറയുന്നത്, ഈ എക്സ്പയറി ഡേയില് നമ്മൾ ഹീറോ ഒക്കെ ചെയ്യുമ്പം ഐസ്ബർഗ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതായത് അറ്റ് എ ടൈമിൽ നമുക്ക് 900 ക്വാണ്ടിറ്റി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പർച്ചേസ് ചെയ്യാൻ ഒരു ട്രേഡ് ആയിട്ട് പരിഗണിക്കത്തുള്ളൂ, അല്ലേ?
അപ്പം ഈ 900 തന്നെ അനവധി ലോട്ടുകൾ എടുത്ത് ഐസ്ബർഗ്, അതായത് അതിന്റെ ഡിനോമിനേഷൻസ് 900 പല ഡിനോമിനേഷൻസ് എടുത്ത് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഈ എക്സ്പയറി ഡേയിൽ. അപ്പം അതിന്റെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടമാനം ഹ്യൂജ് വോളിയം കയറും. അപ്പം നമുക്ക് അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും, മാനിപ്പുലേഷൻ നടക്കും. അപ്പൊ അതുകൊണ്ട് സെബി പ്രത്യേകം പറഞ്ഞിരിക്കുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാല് 4 പ്രാവശ്യം ഒരു ദിവസം, 4 പ്രാവശ്യം അതിലധികമോ, അത് ഓരോ എക്സ്ചേഞ്ചിന്റെ അല്ലെങ്കിൽ ഓരോ ബ്രോക്കറിന്റെ ഇത് വെച്ചിട്ട് മോണിറ്റർ ചെയ്യണം. അവർ എത്ര പൊസിഷൻ എടുക്കുന്നു, കണ്ടമാനം മാനിപ്പുലേറ്റ് ചെയ്യത്തക്ക രീതിയിൽ ഹ്യൂജ് ക്വാണ്ടിറ്റി എടുക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം എന്നുള്ളതാണ്. കാരണം അതിന് ഒരു ഈ എന്താ പറയുക, ഒരു മാനിപ്പുലേഷന് തടയിടാൻ വേണ്ടി സെബി കൊണ്ടുവന്ന ഒരു റൂളാണ്. അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ഓക്കെ, നമ്മൾ കൂടുതൽ എത്ര 500 എടുക്കും, അല്ല 1000 എടുക്കും മാക്സിമം പോയാൽ. അതിൽ കൂടുതൽ നമ്മൾ എടുക്കാറില്ല, ഇല്ലേ? കൂടുതൽ 500 1000 കൂടുതൽ നമ്മൾ എടുക്കാറില്ല ഹീറോ കളിക്കാൻ വേണ്ടി. പക്ഷെ അത് ലക്ഷങ്ങൾ ക്വാണ്ടിറ്റി എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഹ്യൂജ് വോളിയം കയറും, മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അതിന് തടയിടാൻ വേണ്ടി സെബി കൊണ്ടുവന്നൊരു സംഭവമാണ് ഈ സംഭവം, ഈ ഇൻട്രാഡേ മോണിറ്ററിംഗ് ഓഫ് പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. അത് നമ്മളെ വലിയായിട്ട് ബാധിക്കുന്ന പ്രശ്നം അല്ല. അടുത്തത് 4ാമത്തെ സംഭവമാണ് കോൺട്രാക്ട് സൈസ്. ഇതാണ് നമ്മളെ ശരിക്കും ബാധിക്കുന്ന ഒരു പ്രശ്നം. ഇതാണ്, അതായത് കോൺട്രാക്ട് സൈസ് ഫോർ ഇൻഡെക്സ് ഡെറിവേറ്റീവ്സ്. അതായത് നമ്മളിപ്പം ട്രേഡ് ചെയ്യുന്ന നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി ആയാലും ഫിൻ നിഫ്റ്റി ആയാലും മിഡ് ക്യാപ്പ് ആയാലും എന്തുമായാലും ഇതിന്റെ കോൺട്രാക്ട് സൈസ് നിലവിൽ 5 ലക്ഷം രൂപയായിരുന്നു. 5 ലക്ഷം രൂപയാണ് കോൺട്രാക്ട് സൈസ്. അത് സെബി 15 മുതൽ 20 ലക്ഷം രൂപയിലേക്ക് അതിന്റെ ലിമിറ്റ് മാറ്റി. ഇവിടെയാണ് പ്രശ്നം. ഇവിടെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഈ കോൺട്രാക്ട്, പലർക്കും അറിയത്തില്ല എന്താ സംഭവം കോൺട്രാക്ട് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പൊ നിലവിൽ നിഫ്റ്റിയെ കണക്ക് കൂട്ടിക്കോ. നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി, ഒരു സെക്കൻഡ് ഞാൻ കാൽക്കുലേറ്റർ കൂടെ ഒന്ന് എടുത്തോട്ടെ. ഇത് പലർക്കും അറിയത്തില്ല ഇത് സംഭവം എന്താക്കി, കോൺട്രാക്ട് വാല്യൂ എത്ര, കോൺട്രാക്ട് സൈസ് എന്താ, പലർക്കും അറിയത്തില്ല. അപ്പൊ അത് ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്കൊന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പം നിലവിൽ 5 ലക്ഷം മുതൽ 6 ലക്ഷം രൂപ വരെയാണ് സെബിയുടെ കണക്കനുസരിച്ച് ഉള്ള കോൺട്രാക്ട് വാല്യൂ. അത് 15 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെയോട്ട് മാറ്റി. അപ്പൊ എന്താ അതിന്റെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിലവില് ഇപ്പം നിഫ്റ്റി 26,000 ആണെന്ന് വിചാരിച്ചു, 26,000. അതിന്റെ ലോട്ട് സൈസ് എത്രയാണ്? 25 ക്വാണ്ടിറ്റി ആണ് ഒരു ലോട്ട്, അല്ലേ? അപ്പം 26,000 ഇൻറ്റു 25 ഇപ്പൊ എത്രയായി? 6,50,000 രൂപയായി. അത് സെബിയുടെ ലിമിറ്റിനകത്താണ് ഇപ്പൊ നിൽക്കുന്നത്. പക്ഷെ ഇനിയും ഈ വാല്യൂ എന്ന് പറയുന്നത് മിനിമം 15 ലക്ഷം രൂപ ആയിരിക്കണം. അപ്പൊ 15 ലക്ഷം രൂപയായിട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കണം? ഇതിന്റെ എണ്ണം, ലോട്ട് സൈസിന്റെ എണ്ണം, ക്വാണ്ടിറ്റി എന്ത് ചെയ്യണം? കൂടേണ്ടി വരും. 15 ലക്ഷം രൂപ എത്തേണ്ടി വരത്തില്ലേ? ഇപ്പൊ ഓൾറെഡി 6 ലക്ഷം രൂപയുള്ള 25 ക്വാണ്ടിറ്റി 26,000 വെച്ച് നമ്മളിപ്പോ കറണ്ട് പ്രൈസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ 26,000 വെച്ച്, അങ്ങനെ ആകുമ്പോൾ മിനിമം 15 ലക്ഷം കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ 15 ലക്ഷം കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡിവൈഡഡ് ബൈ ഇപ്പൊ എത്ര? 26,000. അപ്പൊ 15 ലക്ഷം ഡിവൈഡഡ് ബൈ 26,000 ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എത്ര കിട്ടും? ഏകദേശം 58 ക്വാണ്ടിറ്റി വരുന്നുണ്ട് 15 ലക്ഷത്തിന്. അപ്പൊ മിക്കവാറും 75 ക്വാണ്ടിറ്റിയോളം അതിനടുത്ത് വരാനുള്ള സാധ്യത ഉണ്ട്. അതായത് 75 ഇൻറ്റു 26,000 എത്ര വരും? 19,50,000. ഏകദേശം ആ റേഞ്ച് വരാനുള്ള സാധ്യത ഉണ്ട്. ഏത്? നിഫ്റ്റി. ഇപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായി, കോൺട്രാക്ട് വാല്യൂ എങ്ങനെ കൂടുന്ന മനസ്സിലായല്ലോ. അതേസമയത്ത് ബാങ്ക് നിഫ്റ്റിയെ വലുതായിട്ട് അഫക്ട് ചെയ്യത്തില്ല. കാരണം ബാങ്ക് നിഫ്റ്റി ഓൾറെഡി ആദ്യം 40 ആയിരുന്നു, പിന്നെ അത് 25 ആക്കി, പിന്നെ അത് 15 ആക്കി. അപ്പം അതിന് വലിയ സംഭവം വരാനുള്ള സാധ്യത അത് നമുക്ക് വേണമെങ്കിൽ കൂട്ടാം. നമുക്ക് ഇപ്പം ഒരു 52,000 കൂട്ടിക്കോ. നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഇപ്പൊ 52,000 വിചാരിച്ചു. അപ്പം 52,000 ഇൻറ്റു 15, ഇപ്പൊ 15 ക്വാണ്ടിറ്റി അല്ലേ? അപ്പൊ എത്ര? 7,80,000 രൂപ തന്നെ ആയി. ഇത് വേണമെങ്കിൽ ഒരു ഡബിൾ ആക്കാം. അപ്പൊ ഈ 15 എന്നുള്ളത് 30 ക്വാണ്ടിറ്റി ആക്കുവാണെന്നുണ്ടെങ്കിൽ 52,000 ഇൻറ്റു 30 ക്വാണ്ടിറ്റി അപ്പൊ എത്രയായി? 10,60,000 രൂപ. അപ്പം ഏകദേശം ബാങ്ക് നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 30 ക്വാണ്ടിറ്റിയെ വരത്തുള്ളൂ. കോൺട്രാക്ട് ഇത് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ സൈസ് ചിലപ്പം 30 ക്വാണ്ടിറ്റിയെ വരാൻ സാധ്യത ഉള്ളൂ. അതേസമയം നമ്മുടെ മിഡ് ക്യാപ്പിനാണെന്നുണ്ടെങ്കിൽ പണി കിട്ടും. മിഡ് ക്യാപ്പ് ഇപ്പം കൂട്ടിക്കോ, ഒരു 13,000 രൂപയാണെന്ന് കരുതി. ഇപ്പൊ നിലവിൽ 50 സൈസാണ്. 13,000 കൂട്ടിയാൽ 13,000 ഇൻറ്റു എത്രയാണ്? ഇപ്പോഴത്തെ ലോട്ട് സൈസ് 50 ആണ്. ഇപ്പൊ എത്രയായി? 6,50,000 രൂപ വരുന്നതേ ഉള്ളൂ.
ഓക്കെ. അപ്പം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ മിഡ് ക്യാപ്പിന്റെ സൈസ് ചിലപ്പോൾ ഏകദേശം ഒരു 110-120 റേഞ്ച് വരാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പൊ ഒരു 15 ലക്ഷം ഡിവൈഡഡ് ബൈ 15 ലക്ഷം ഡിവൈഡഡ് ബൈ ഇപ്പോഴത്തെ പ്രൈസ് ഒരു 13,000 കൂട്ടിക്കോ. 13,000 ഏകദേശം 115 ക്വാണ്ടിറ്റി വരും മിഡ് ക്യാപ്പ് ഈ 15 ലക്ഷം രൂപ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇതുപോലെ തന്നെ നമുക്ക് ഫിൻ നിഫ്റ്റി സമയം കണക്കൂട്ടുമ്പോൾ സമയം പോകും. അപ്പൊ ഇവിടെയാണ് പ്രശ്നം. ഓക്കെ, ഇതാണ് ഇപ്പം. അപ്പൊ ഇതെങ്ങനെ നമ്മളെ ബാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൈസ കൂടുതൽ കൊടുക്കേണ്ടി വരും. അതായത് ഓപ്ഷൻ ബയറിന്. അപ്പം ഇത് വേറൊരു പ്രശ്നം, അത് അടുത്ത പോയിന്റിലേക്ക് വരുന്നേ ഉള്ളൂ. അപ്പം ഇപ്പം നിലവിൽ അപ്പം നമ്മളൊരു കോൺട്രാക്ട് മേടിക്കണമെന്നുണ്ടെങ്കിൽ 100 രൂപയുടെ ഒരു പ്രീമിയത്തിന് ഇപ്പൊ നിലവിൽ മിഡ് ക്യാപ്പിന്റെ കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ 100 രൂപയുടെ ഒരു പ്രീമിയം ഇപ്പം നിലവിൽ മേടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 5,000 രൂപ കൊടുത്താൽ മതിയായിരുന്നു, ഇല്ലേ? അപ്പം ഇനി 100 രൂപയുടെ ഒരു പ്രീമിയം വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു 12,500 രൂപകളും ഏകദേശം കൊടുക്കേണ്ടി വരും. ഇതാണ് ഇതിനകത്തിലെ ഓപ്ഷൻ ബയർ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവായിട്ടുള്ള നെഗറ്റീവ് എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ടുള്ള സംഭവം ഇതാണ്, ഈ പൈസ കുറച്ച് കൂടുതൽ വേണ്ടി വരും. അതായത് ഇപ്പം 5,000 രൂപ കൊണ്ട് ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് 12,500 രൂപ അല്ലെങ്കിൽ ഒരു 15,000 രൂപ മിനിമം വേണ്ടി വരും. അപ്പം നിലവിൽ ഒരു 15,000 മുതൽ 15,000 രൂപ മുതൽ 25,000 രൂപ വരെ ഒരു ഓപ്ഷൻ ബയർ കയ്യിൽ കരുതിയെങ്കിൽ മാത്രമേ ഇനി ട്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെങ്കിൽ അപ്പൊ അതിന്റെ ഒരു മറുവശം നമ്മൾ ചിന്തിക്കണം, ഈ പൈസ അങ്ങനെ ഉരുകി ആവിയായിട്ട് പോകത്തില്ല. കാരണം നമ്മൾ സാധാരണഗതിയിൽ ഓപ്ഷൻ ട്രേഡ് ചെയ്യുമ്പോൾ വീക്കിലി എക്സ്പയറി ഇല്ല ചെയ്യുന്നത്, അല്ലേ? അപ്പൊ ഇനിയിപ്പോ വീക്കിലി എക്സ്പയറി ഇല്ല, അത് അടുത്ത പോയിന്റ് അതാ വരുന്നത്. വീക്കിലി എക്സ്പയറി ഇല്ല, ഇനി മന്ത്ലി എക്സ്പയറി മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ മന്ത്ലി എക്സ്പയറി അങ്ങനെ ആകുമ്പോൾ ഇതിന്റെ മൂവ്മെന്റ് കുറവായിരിക്കും. മനസ്സിലായോ? എക്സ്പയറിയോട് അടുക്കുന്ന അവസാനത്തെ ആഴ്ച ഒരു മാത്രമേ നമുക്ക് ഇതിന്റെ ഇൻട്രൻസിക് വാല്യൂവിന്റെ ആ മൂവ്മെന്റ് കൂടുതൽ കാണത്തുള്ളൂ. അതുവരെ നമുക്ക് ചെറിയ മൂവ്മെന്റേ കാണത്തുള്ളൂ. പക്ഷെ ഈ ലോട്ട് സൈസ് കൂടുതലായതുകൊണ്ട് ചെറിയ മൂവ്മെന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മിനിമം ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ നമ്മൾ നിലവിൽ ഇപ്പം 10 പോയിന്റ് ആണ് നീങ്ങുന്നതെങ്കിൽ നമ്മളിപ്പം പുതിയ കോൺട്രാക്റ്റിലോട്ട് വരുമ്പോൾ, പുതിയ ക്രൈറ്റീരിയയിലോട്ട് വരുമ്പോൾ 5 പോയിന്റ് നീങ്ങിയാൽ നമുക്ക് ഇപ്പം 10 പോയിന്റ് നീങ്ങുന്ന ഒരു 4 പോയിന്റ് നീങ്ങിയാൽ മതി. ഇപ്പം നീങ്ങുന്ന 10 പോയിന്റ് പുതിയ കോൺട്രാക്ട് വരുമ്പോൾ 4 പോയിന്റ് നീങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ കിട്ടുന്ന ആ ബെനിഫിറ്റ് നമുക്ക് കിട്ടും. പക്ഷെ അതിന്റെ കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൈസ കൂടെ വേണം. അത് മാത്രമല്ല ടൈം ഡീക്ക് കുറവായിരിക്കും. അവസാനത്തെ ഒരാഴ്ച മാത്രമേ ടൈം ഡീക്ക് വലുതായിട്ട് വരത്തുള്ളൂ. നമ്മുടെ സാധാരണ നമ്മുടെ പൈസ എങ്ങനെ പോകുന്നത് നിങ്ങൾ ശരിക്കും ചിന്തിച്ചു നോക്കി. ഒരു ഓപ്ഷൻ ബയറിന്റെ കാശ് ഏറ്റവും കൂടുതൽ എങ്ങനെ പോകുന്നത്? ഉരുകി തീരുക, ശരിയല്ലേ? ഉരുകി തീരുക, കൈ പിടിച്ചുകൊണ്ട് ഉരുകി 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 തീരുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ളൊരു സിനാരിയോയില് ഇപ്പം ഈ പുതിയ പിന്നെ സെബിയുടെ പുതിയ റൂൾ അനുസരിച്ച് നമ്മുടെ കാശ് ഉരുകി തീരാനുള്ള സാധ്യത വളരെ കുറവാണ്. അവസാനത്തെ വീക്കിൽ മാത്രമേ നമ്മുടെ പൈസ ഉരുകി തീരത്തുള്ളൂ. ബാക്കി 3 ആഴ്ചയും പ്രീമിയത്തിന്റെ മെൽറ്റിങ് വളരെ കുറവായിരിക്കും. അപ്പം നമുക്ക് കുറച്ച് സാവകാശം കിട്ടും. ഓക്കെ, പെട്ടെന്ന് നമ്മൾ ഇറങ്ങി പോകേണ്ട ഒരു സാഹചര്യം വരത്തില്ല. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രീമിയം ഏറ്റവും കൂടുതൽ പ്രശ്നം വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം ഇപ്പോൾ വീക്കിൽ എക്സ്പയറിലാണെന്നുണ്ടെങ്കിൽ ഒരു 2 ദിവസം കഴിയുന്നുണ്ടെങ്കിൽ തന്നെ ഒരു പ്രാവശ്യം ഒരു അപ്സൈഡ് പോയിട്ട് ഒരു മൂവ്മെന്റ് താഴോട്ട് വരുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 10 പോയിന്റുകൾ ഉരുക്കി തീരും. ഈ കേസിനകത്തിൽ അങ്ങനെ ഉരുക്കി തീരത്തില്ല, കൂടി 2 പോയിന്റ് ഇപ്പോൾ ഉരുക്കി തീരത്തില്ല. അപ്പൊ അതാണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ്. അപ്പൊ നമ്മുടെ പൈസയ്ക്ക് ഒരു നഷ്ടത്തിന്റെ തോത് വളരെ കുറവായിരിക്കും. പിന്നെ മാർക്കറ്റ് ഇപ്പോൾ എതിരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വ്യൂവിനെതിരെ പോയി അങ്ങനെ പോയാൽ അങ്ങനെ നഷ്ടം സംഭവിക്കും. അല്ലാതെ മാർക്കറ്റ് ഒരു റേഞ്ചിനകത്ത് കൺസോൾഡേറ്റ് ചെയ്യുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രീമിയം ഉരുകി തീരത്തില്ല എന്നുള്ളൊരു വലിയ ബെനിഫിറ്റ് നമുക്കുണ്ട്, അവിടെ തന്നെ കാണും. അപ്പൊ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് ഇറങ്ങിപ്പോകാൻ പറ്റും, നഷ്ടം കുറച്ച് ഇറങ്ങിപ്പോകാൻ പറ്റും. ഇതാണ് ഞാൻ കണ്ട ഏറ്റവും വലിയൊരു ഗുണം ഈ ഒരു പുതിയ സെബിയുടെ റൂളും ഉണ്ട്. ഞാൻ കണ്ട ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവമാണ്. ഓക്കെ, അപ്പം അതാണ് പുതിയ ഈ 4ാമത്തെ കാര്യം പറയാനുള്ളത്. ഇനി 5ാമത്തെ കാര്യമാണ്. അപ്പൊ ഇത് കോൺട്രാക്ട് സൈസിന്റെ കാര്യം ഞാൻ പറഞ്ഞു മനസ്സിലായില്ല, എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നത് എങ്ങനെയാണ് കോൺട്രാക്ട് സൈസ് കൂട്ടുന്നതും കണക്ക് കൂട്ടുന്നതുമല്ല. ഇനി അടുത്ത 5ാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റിംഗ് വീക്ക്ലി ഇൻഡെക്സ് എക്സ്പയറി ടു 1 പെർ എക്സ്ചേഞ്ച്. അതായത് ഒരു പിന്നെ എക്സ്ചേഞ്ചിന് ഒറ്റ എക്സ്പയറി മാത്രമേ പറ്റത്തുള്ളൂ. അപ്പം അത് ഇപ്പം ഏതിനെ നിലനിർത്തും എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. ഇപ്പൊ സെൻസെക്സിലാണെന്നുണ്ടെങ്കിൽ സെൻസെക്സും ഉണ്ട്, ബാങ്ക് എക്സും ഉണ്ട്. അപ്പൊ ഏതിനെ നിലനിർത്തും എന്ന്
അത് അതാത് എക്സ്ചേഞ്ചുകളാണ് തീരുമാനിക്കുന്നത്. പിന്നെ NSE കാര്യം വരുവാണെന്നുണ്ടെങ്കിൽ അതിൽ പിന്നെ ബാങ്ക് നിഫ്റ്റി ആണോ നിഫ്റ്റി ആണോ നിലനിർത്തുന്നതെന്ന് നമ്മൾ കണ്ടറിയണം. പലരുടെയും അഭിപ്രായ പ്രകാരം PR ചന്ദ്രൊക്കെ പറയുന്നത് ബാങ്ക് നിഫ്റ്റിയെ നിലനിർത്തും. കാരണം അവിടെയാണ് കൂടുതൽ വോളിയം ട്രേഡ് ചെയ്യപ്പെടുന്നത് ബാങ്ക് നിഫ്റ്റിയിലാണ്. അപ്പൊ അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റി നിലനിർത്തും എന്നാണ് പൊതുവെ പറഞ്ഞു വരുന്നത്. പിന്നെ ഒരു കൂട്ടർ പറഞ്ഞു അല്ല നിഫ്റ്റിയാണ് നിലനിർത്തുന്നത്. എന്തായാലും നമുക്ക് എങ്ങനെയായാലും പിന്നെ എല്ലാം ഒരുപോലെ തന്നെ. അപ്പൊ അതുകൊണ്ട് വരും ദിവസങ്ങളിൽ കണ്ടറിയണം ഏതിനെ നിലനിർത്തുന്നത്. ഇപ്പൊ എന്തായാലും മാസത്തിൽ വീക്കിലി എക്സ്പയറി ഒരു ഇൻഡെക്സിനെ മാത്രമേ കാണത്തുള്ളൂ. ഒന്നുകിൽ നിഫ്റ്റി അല്ല ബാങ്ക് നിഫ്റ്റി, അപ്പുറത്താണ് സെൻസെക്സ് അല്ലെങ്കിൽ ബാങ്ക് എക്സ്. ബാക്കിയെല്ലാം മന്ത്ലി എക്സ്പയറി ആയിരിക്കും. അപ്പൊ എന്റെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട് നമുക്ക് പ്രീമിയം കളക്ട് ചെയ്യാൻ പൈസ കൂടുതൽ കൊടുക്കേണ്ടി വരും. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നിലവിൽ 5,000 രൂപയെ 10,000 രൂപ കൊണ്ട് ട്രേഡ് ചെയ്ത ആൾക്കാർക്ക് മിനിമം ഇപ്പോൾ 20 മുതൽ 25,000 രൂപ വരെ വേണ്ടി വരും എന്നുള്ളതാണ് ഇതിനകത്തിലെ ഒരു നെഗറ്റീവ് സൈഡ് പറയാനുള്ളത്. അല്ലെങ്കിൽ പിന്നെ മാസത്തിന്റെ അവസാനത്തെ ആഴ്ചത്തെ ട്രേഡിനകത്തിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ 5,000 10,000 കൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാ മാസത്തിന്റെ അവസാന ആഴ്ച മാത്രം നമ്മൾ ട്രേഡ് ചെയ്താൽ മതിയോ? പറ്റത്തില്ലല്ലോ. അപ്പം അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ ഇപ്പൊ 2, 3, 4, 5 ലോട്ട് എടുക്കുന്നവർക്ക് ഒരു ലോട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പതുക്കെ പോവുക. പക്ഷെ അപ്പൊ ഞാൻ ഇപ്പോഴും നിങ്ങളോട് ഉറപ്പ് പറയുന്നുണ്ട്, നഷ്ടസാധ്യത വളരെ കുറവായിരിക്കും. നഷ്ടത്തിന്റെ തോത് വളരെ കുറവായിരിക്കും. നമുക്ക് ഈ ഒരു പുതിയ നിയമം വെച്ചിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നഷ്ടസാധ്യത വളരെ കുറവായിരിക്കുന്നതാണ് എന്റെ പൂർണ്ണ വിശ്വാസം. ഓക്കെ, അപ്പം ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ അഞ്ചാമത്തെ കാര്യം പറഞ്ഞു. ഇനിയിപ്പോ ആറാമത് ഒരു കാര്യങ്ങളുണ്ട്. ആറാമത്തെ കാര്യം ഇൻക്രീസ് ഇൻ ടെയിൽ റിസ്ക് കവറേജ്. അതാണെങ്കിൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെല്ലേഴ്സിനുള്ള സംഭവം. അതായത് ഷോർട്ട് പൊസിഷൻസ് എക്സ്പയറി ഡേയിൽ അഡീഷണൽ ആയിട്ട് 2% മാർജിൻ കൊടുക്കേണ്ടി വരും. അതായത് ലിവറേജ്, എക്സ്ട്രീം ലോസ് മാർജിൻ, ELM എന്ന് പറയുന്ന സംഭവം, എക്സ്ട്രീം ലോസ് മാർജിൻ. അപ്പോൾ അതായത് എക്സ്പയറി ഡേയിൽ ഷോർട്ട് പൊസിഷൻ നമ്മൾ ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നെ ലോസ് കവർ ഏതെങ്കിലും രീതിയിൽ മാർക്കറ്റെതിരെ പോയി ലോസ് വരുവാണെന്നുണ്ടെങ്കിൽ ആ ലോസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി 2% മാർജിന്റെ 2% എക്സ്ട്രാ നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും, എക്സ്ചേഞ്ചിൽ കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് ആറാമത്തെ. അത് നമ്മളെ ബാധിക്കുന്ന സംഭവമല്ല. അപ്പൊ നമ്മളെ ബാധിക്കുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? 4ഉം 5ഉം ആണ് നമ്മളെ ബാധിക്കുന്ന സംഭവം. ഏതൊക്കെയാണ്? ഒന്ന് കോൺട്രാക്ട് സൈസ് കൂട്ടും എന്നുള്ളൊരു പ്രശ്നമാണ് നാലാമത്തെ ഐറ്റം. അഞ്ചാമത്തേത് വീക്കിലി എക്സ്പയറി ഇല്ല, മന്ത്ലി എക്സ്പയറി ഉള്ളൂ. ഈ 2 കാര്യമാണ് ഇതിനകത്ത് നമ്മളെ ബാധിക്കുന്ന കാര്യം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന സംഭവങ്ങൾ തന്നെയാണ്. സത്യം ശരിയാണ്, കുറച്ച് പൈസ വേണ്ടി വരും. നമ്മൾ നേരത്തെ എങ്ങനെയാ ചെയ്യുന്നത്? 5,000 രൂപ കൊണ്ട് വരുന്നു, അത് പോയി. ഈ പോയി മനോഭാവമാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ ഈ ഓപ്ഷൻ ബയറിന്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത്, ഓക്കെ 5,000 രൂപ അല്ലേ ഉള്ളൂ, പോയി. അതേസമയം ഒരു ഓപ്ഷൻ സെല്ലർ ആണെങ്കിലോ അവൻ മിനിമം 2 ലക്ഷം രൂപ കൊടുത്തിട്ടായിരിക്കും അവനൊരു ഓപ്ഷൻ സെല്ല് ചെയ്യുന്നത്. അപ്പൊ അവന് പോയെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് ഈ ചെറിയ തുക ആയതുകൊണ്ടാണ് നമ്മൾ ഈ നിസാര മട്ടിൽ കണക്കാക്കുന്നത്. അപ്പൊ ഇനിയിപ്പം ആ ഒരു നിസാര മട്ട് നിങ്ങൾ കണക്കാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 20,000 25,000 രൂപ നമ്മൾ അറ്റ് എ ടൈമിൽ ഒരു ഓപ്ഷൻ ബൈ ചെയ്യാൻ നമ്മൾ മുടക്കേണ്ടി വരും. അപ്പൊ നമ്മളത് പോട്ടെ എന്ന് പറയാൻ എത്ര പേര് തയ്യാറാകുന്നുള്ളത് നമ്മൾ കണ്ടറിയണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ എന്താ പറയുന്നത്, ഒരു സാവകാശത്തോടെയും മനസാന്നിധ്യത്തോടെയും നമുക്ക് ഓപ്ഷൻ ബൈ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്റെ കണക്കൂട്ടിൽ ഇതൊരു വളരെ നല്ല തീരുമാനമാണ്. ഞാൻ പറഞ്ഞതിൽ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയം ഉരുക്കി തീരത്തില്ല എന്നുള്ളതാണ്. നമുക്ക് എങ്ങനെങ്കിലും നമുക്ക് ഉരുക്കി തീർന്നാകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഒരു ട്രേഡ് ഓപ്പോസിറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ട്രേഡ് വെച്ച് നമുക്ക് അതിനെ കവർ ചെയ്ത് വേണമെങ്കിൽ തിരിച്ചിറങ്ങി വരാൻ പറ്റും പൈസ കയ്യിലുണ്ടെങ്കിൽ. പക്ഷെ ട്രേഡ് ഉരുക്കി തീരുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഈ കേസിനകത്തിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. അപ്പം അതുകൊണ്ട് ഇതിനെപ്പറ്റി നിങ്ങൾ ആരും വലിയ വറിയാണ്. ഞാൻ അന്ന് ഇപ്പോൾ ഒരു പറഞ്ഞ പോലെ പിന്നെ ആൾക്കാർ ചുമ്മാ ഓരോ റൂമർ അടിച്ചിറക്കുന്നുണ്ട്. ഇത് പിന്നെ എല്ലാവരും നമ്മുടെ കഥ അവസാനിച്ചു, ഓപ്ഷൻ പേരിനി പറ്റത്തില്ല, അങ്ങനെ. ഇപ്പൊ ഞാൻ അന്നൊരു ഡയലോഗ് പറഞ്ഞു, തലയ്ക്ക് മീതെ വെള്ളം പൊങ്ങി കഴിഞ്ഞാൽ അതിന് മുകളിൽ തോണി ഇറക്കാന്നുള്ളതേ ഉള്ളൂ. എന്തെങ്കിലും ഒരു ഓപ്ഷൻ നമുക്ക് കാണുമല്ലോ. അപ്പം ഇതാണ് അതിന് പ്രധാനപ്പെട്ട പറയാനുള്ള സംഭവം. ഇതാണ് നമ്മൾക്ക് 5,000 10,000 കൊണ്ട് വരുന്ന ആള് 15,000 20,000 രൂപ വേണ്ടി വരും, ഇരട്ടി പൈസ വേണ്ടി. ഇതുപോലെ തന്നെയാണ് ഓപ്ഷൻ സെല്ലറിന്. ആര് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ കഷ്ടമാണ്. കാരണം ഇപ്പം
1,00,000 രൂപ മാർജിൻ മതിയെങ്കിൽ ഇപ്പൊ നിലവിൽ ഒരു ഓപ്ഷൻ സെല്ല് ചെയ്യാൻ ഹെഡ്ജ് അടക്കം 1,00,000 രൂപ മാർജിൻ മതിയെങ്കിൽ നിലവിൽ പുതിയ കോൺട്രാക്റ്റിൽ അവർ ഏകദേശം 3,00,000 രൂപയോളം മുടക്കേണ്ടി വരും. 3,00,000. അപ്പൊ അതിന്റെ കുഴപ്പം പറഞ്ഞാൽ അന്നേരം 3,00,000 രൂപ, ഇപ്പോൾ നിലവിൽ സാഹചര്യത്തിൽ 3,00,000 രൂപയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു 3 ലോട്ട് സെല്ല് ചെയ്യാൻ പറ്റും. പക്ഷെ പുതിയ സാഹചര്യത്തിൽ ഓപ്ഷൻ സെല്ലറിന് ഒറ്റ 3,00,000 ഒരു ലോട്ട് സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3,00,000 രൂപ. പക്ഷെ കോൺട്രാക്ട് സൈസ് കൂടുതലാണ്, എണ്ണം കൂടുതലാണ് തന്നെ അവർക്ക് ഒരെണ്ണം സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3,00,000 രൂപ കൊടുക്കേണ്ടി വരും. അപ്പം ഈ ചെറുകിട സെല്ലേഴ്സിനെ അപേക്ഷിച്ച് ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. പക്ഷെങ്കിൽ വലിയ വലിയ HNIസിനും ബിഗ് ബീസിനും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ കോടികൾ, ലക്ഷക്കോടികൾ കൈകൾ കേൾക്കണം, അവർക്ക് അതൊരു വിഷയമുള്ള കാര്യം അല്ല. അപ്പം ഇത് ശരിക്കും ബാധിക്കുന്നത് ചെറുകിട സെല്ലേഴ്സിനെയാണ് ശരിക്കും നെഗറ്റീവായിട്ട് ബാധിക്കുന്നത്. ഓപ്ഷൻ ബയേഴ്സിന് ഞാൻ ഈ പറഞ്ഞ പോലെ എന്റെ കണക്കുകൂട്ടലിലും എന്റെ വ്യൂവിലും ഇതൊരു ഈ ഒരു പുതിയ റൂൾ ഒരു അനുഗ്രഹം തന്നെയാണ്. ഓക്കെ, അപ്പം ഞാൻ ഇത് പറഞ്ഞത് പിന്നെ എന്റെ വ്യൂ ആണ് പറഞ്ഞത്. മാർക്കറ്റിൽ പല അഭിപ്രായങ്ങൾ കാണും, പലർക്കും പല എതിരഭിപ്രായങ്ങൾ കാണും. പക്ഷെങ്കിൽ ഞാനൊരു ഓപ്ഷൻ ബയറാണ്. ഒരു ഓപ്ഷൻ ബയർ എന്ന രീതിയിൽ ഞാൻ ഇതിനെ മനസ്സിലാക്കിയത് ഈ രീതിക്കാണ്. അത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടറിയണം. അതിപ്പം ഇത് പ്രാക്ടിക്കലായിട്ട് വരുമ്പോഴേ നമുക്ക് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നിങ്ങളൊരു മന്ത്ലി എക്സ്പയറിയിൽ മന്ത്ലി കോൺട്രാക്റ്റിൽ ട്രേഡ് ചെയ്യുന്നത് മാത്രം വിചാരിച്ചാൽ മതി. ഇപ്പൊ നമ്മളിപ്പം MCS ഒക്കെ ചെയ്യുന്നില്ലേ, അതെല്ലാം മന്ത്ലി കോൺട്രാക്ട്. ക്രൂഡ് ആയാലും NG ആയാലും നമ്മൾ മന്ത്ലി കോൺട്രാക്റ്റിലാണ് ചെയ്യുന്നത്. അവിടെ നമ്മൾ എങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെ അതേ സെയിം സിനാരിയോ ആണ് ഇവിടെയും വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കി വിചാരിക്കുന്നു. അപ്പം ഒരു ഓപ്ഷൻ ബയർ, അപ്പൊ ഇവിടെയും പ്രസക്തി എവിടെ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓപ്ഷൻ ബയർ പാലിക്കേണ്ട മര്യാദകളുണ്ട്. ആ മര്യാദകൾ നമ്മൾ വീണ്ടും ഞാൻ ഓർപ്പിക്കുന്നു, ആ മര്യാദകൾ പാലിച്ച് നമ്മൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻ ബൈങ്ങിൽ നമുക്ക് ശരിക്കും വിജയിക്കാൻ പറ്റും. അതിന് തെളിവുകളുണ്ട്. എന്റെ മുന്നിൽ നിങ്ങൾ എന്നെ കേൾക്കുന്ന പലരും അതിന് സാക്ഷികളാണ്. ഓക്കെ, അതുകൊണ്ട് വളരെ സാവധാനതയോടെയും മനസ്സൊരുക്കത്തോടെയും ഒരു ടെൻഷനും ഇല്ലാതെ, ടെൻഷനുണ്ട്, ടെൻഷനില്ലെന്നല്ല പറയാം, പക്ഷേ ഈ മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കുക. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുക. നമ്മളിപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇപ്പൊ ഇന്ന് ഞാൻ ഒരു ട്രേഡ് ചെയ്യുന്നുള്ളൂ എന്ന് തീരുമാനിച്ചാൽ ആ ഒറ്റ ട്രേഡ് മാത്രം ചെയ്യും. ഇനിയിപ്പോ ഇന്നത്തെ സിനാരി, അതായത് ഇന്നിപ്പം വ്യാഴാഴ്ചയാണ്. ഓക്കെ, വ്യാഴാഴ്ച ഇന്ന് മാർക്കറ്റ് ഹ്യൂജ് ഗ്യാപ് ഡൗൺ വന്നു, ഹ്യൂജ് ബ്രേക്ക് ഡൗൺ, താഴോട്ട് പൊട്ടി താഴെ വന്നു. അപ്പൊ ഈ മാർക്കറ്റിൽ ആദ്യം രാവിലെ ഞങ്ങൾ ഒരു ട്രേഡ് എടുത്ത് SL അടിച്ചു. പക്ഷെങ്കിൽ അപ്പം നമുക്കൊരു തീരുമാനമുണ്ട്. എന്താ, ഒരു ട്രേഡ് ഒരു ദിവസം ചെയ്യുന്നുള്ള തീരുമാനം ഉണ്ടെങ്കിൽ ആ ഒറ്റ ട്രേഡ്, പിന്നെ മാർക്കറ്റ് എങ്ങോട്ട് പോയാലും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. നമ്മൾ ആ ക്രൈറ്റീരിയയിൽ ഉറച്ചു നിൽക്കണം. അപ്പം 2 ട്രേഡാണ് ചെയ്യുന്നെങ്കിൽ 2 ട്രേഡ് മാത്രമേ ചെയ്യാവൂ. പിന്നെ എങ്ങോട്ട് വേണമെങ്കിലും മാർക്കറ്റ് പോകണം. കാരണം മാർക്കറ്റ് നാളെ ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. മനസ്സിലായല്ലോ? അപ്പൊ നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ടിയാണ് സെബി ഈ പുതിയ റൂളുകളും കൊണ്ടുവന്നത്. അപ്പം മാർക്കറ്റ് ഇന്നും നാളെ മറ്റന്നാളൊക്കെ ഇവിടെ തന്നെ കാണും. അന്ന് നമ്മൾ മാർക്കറ്റിലുണ്ടോ, അന്ന് മാർക്കറ്റ് ട്രേഡ് ചെയ്യാൻ നമ്മുടെ ഈ പൈസ ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കുക. ഓക്കെ, നാളെ ഞാൻ ട്രേഡ് ചെയ്യാൻ ഈ ഫീൽഡിൽ കാണുമോ? അങ്ങനെ കാണണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ബോധ്യം നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ, ആ ഒരു ബോധ്യം നിങ്ങളെ ഭരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈവിട്ട കളികൾക്കൊന്നും മുതിരത്തില്ല. അച്ചടക്കത്തോടെ നിങ്ങൾ ട്രേഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. ഞാൻ ഒത്തിരി പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ഓക്കെ, അപ്പം ഇതിന്റെ താഴെ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ഒരു ലിങ്ക് വെച്ചേക്കാം. അതിൽ നമ്മൾ ലെവൽസും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ ലെവൽസ്, ഇന്ന് ഒത്തിരി പേർക്ക് ആ ലെവൽസ് അനുഗ്രഹമായി ഒത്തിരി പേര് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു. അപ്പം ഓക്കെ, താങ്ക് യു. അപ്പൊ ആ ലെവലുകൾ നോക്കി നിങ്ങൾ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ താല്പര്യമുള്ളവർക്ക് അവിടെ അതിൽ ജോയിൻ ചെയ്യാം. അപ്പം എല്ലാവർക്കും നല്ലൊരു, ഇതിപ്പോ നാളെ രാവിലെ ആയിരിക്കും, വെള്ളിയാഴ്ച രാവിലെ ആയിരിക്കും ഈ വീഡിയോ നിങ്ങളുടെ കയ്യിലെത്തുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. നാളത്തെ മാർക്കറ്റ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഓക്കെ, അപ്പം എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.